സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക, മറ്റധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, സർവോപരി പ്രിയപ്പെട്ട സംസ്കൃത അധ്യാപിക മഞ്ജുള ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. 2000 ആണ്ടിൽ നമ്മുടെ ഭാരതം ഒന്നാകെ സംസ്കൃത വർഷം ആഘോഷിച്ചിരുന്നു. ഇത്തവണ 2021 നമ്മളതിനെ സംസ്കൃത സപ്താഹമായി ആഘോഷിക്കുകയാണ്. സപ്താഹം എന്ന് പറയുമ്പം 7 പകലുകൾ നമ്മൾ ആഘോഷിക്കുകയാണ്, സംസ്കൃതത്തിൻ്റെ സ്വന്തമാക്കി ആഘോഷിക്കുകയാണ്. അപ്പോൾ ബാക്കി ദിവസങ്ങൾ സംസ്കൃതത്തിൻ്റേതല്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം. ഈ സംസ്കൃത ദിനം ആയിരുന്നു നമുക്ക് പ്രധാനമായുള്ളത്. അത് ശ്രാവണ മാസത്തിലെ, അതായത് നമ്മുടെ ഈ ചിങ്ങമാസത്തിലെ പൗർണമി നാൾ, ശ്രാവണ പൗർണമിയിലാണ് നമ്മൾ സംസ്കൃത ദിനം ആഘോഷിക്കുന്നത്. അത് ഇത്തവണ നമുക്ക് ഒരു ദിവസത്തെ ആഘോഷം കൊണ്ടൊന്നും തികയാതെ വരുന്നത് കൊണ്ടാണ് നമ്മളതിനെ വാരാഘോഷം, ഒരു സപ്താഹമായിട്ട് 7 ദിവസത്തെ ഒരാഴ്ചയിലെ ആഘോഷങ്ങളിലേക്ക് നീട്ടുന്നത്. നമുക്കറിയാം, വായനാ ദിനമൊക്കെ നമ്മൾ വാരാഘോഷമാക്കി എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സംസ്കൃത ദിനവും നമ്മൾ ഭാരതമൊട്ടാകെ അങ്ങനെ തന്നെയാണ് കേട്ടോ, കേരളത്തിലെ മാത്രം അവസ്ഥയല്ല. നമ്മൾ 7 ദിവസവും നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ 7 ദിവസം ശ്രാവണ പൗർണമിക്ക് 3 മുന്നും 3 പിന്നുമായിട്ട് 7 ദിവസമാണ്. അത് നമ്മുടെ സ്കൂളുകളിൽ സർക്കാർ ലെവലിൽ വളരെ വിപുലമായ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. വളരെ സന്തോഷം. സംസ്കൃത ദിനത്തിനെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരു സംസ്കാരത്തെ എന്ന പോലെ ഒരു ഭാഷ എന്നതൊരു നാടിൻ്റെ സംസ്കാരമാണ്, അല്ലേ? നമ്മുടെ ഭാഷയിലറിയാം നമ്മുടെ സംസ്കാരം. അതായത് ഒരു 2 മിനിറ്റ് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ആൾ ജീവിച്ച് വളർന്ന സംസ്കാരത്തിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഏറ്റവും നല്ല ഭാഷ, നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നയാൾ ഏറ്റവും നല്ല സംസ്കാരത്തിൽ ജനിച്ച ആളാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്നുവെച്ചാൽ നന്നായി സംസാരിക്കാൻ കഴിയണം. വാക്ക് ഭൂഷണം എന്നാണ് പറയുക. വാക്കാണ് ഭൂഷണമായിട്ടുള്ളത്, മറ്റൊരു അലങ്കാരങ്ങളല്ല. അതാദ്യം ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വാക്കാണ്. നമ്മൾ എത്ര നന്നായി ഭാഷ ഉപയോഗിക്കുന്നു, എത്ര നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അലങ്കാരമായിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഒരു അലങ്കാരം എല്ലാവർക്കും ഉണ്ടാവണം, അല്ലേ? അത് മലയാളത്തിലാണെങ്കിലും സംസ്കൃതത്തിലാണെങ്കിലും. എന്താ ഇപ്പോൾ മലയാളത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചിന്തിക്കാം. ഇതിന് മറുപടി, അതിൻ്റെ ഉത്തരം കുറച്ച് മുമ്പേ ചോദിച്ച ചോദ്യം, ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സപ്താഹത്തിൽ മാത്രം സംസ്കൃതം മതിയോ, ബാക്കി ദിവസങ്ങളിൽ വേണ്ടേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും, എന്തിനാണ് മലയാളത്തെ പ്രൊമോട്ട് ചെയ്തതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഒന്ന് തന്നെയാണ്. കാരണം സംസ്കൃത ഭാഷയിൽ നിന്ന് തന്നെയാണ് മലയാളവും ഉണ്ടായത്, തമിഴും കലർന്നിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ, മലയാളം എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ 3% സംസ്കൃത വാക്കുകളാണ്. ഒരു സംസ്കൃത വാക്ക് ഉപയോഗിക്കാതെ നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഒരർദ്ധഭാഗത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, കടന്നു പോകാനും കഴിയില്ല. ആലോചിച്ച് നോക്കുക, വാക്കെന്ന വാക്കുപോലും സംസ്കൃതമാണ്. സംസ്കൃത ഭാഷയിൽ നിന്നാണ് വാക്കെന്ന പദമുണ്ടായിരിക്കുന്നത്. വാക്ക്, മുഖം, ശബ്ദം, അതെല്ലാം സംസ്കൃതത്തിലാണ്. നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇപ്പോൾ നമ്മുടെ ശരീര അവയവങ്ങളുടെ പേരാണെങ്കിലും ശരി, സമൂഹത്തിൽ കണ്ടുവരുന്ന സാധനങ്ങളുടെ പേരായാലും ശരി, എനിക്ക് തോന്നുന്നു 3% സംസ്കൃത പദം കൊണ്ടാണ്. നമ്മൾ പദമെന്ന വാക്ക് സംസ്കൃതമാണ് കേട്ടോ. അതൊക്കെ സംസ്കൃതത്തിൽ നിന്ന് മലയാളം ആർജിച്ചെടുത്തതാണ്. അപ്പം ഏറ്റവും കൂടുതൽ സംസ്കൃത വാക്കുകളെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ടാണ് പറഞ്ഞത് മലയാളവും
നല്ല ഭാഷയാണ്. അപ്പം സംസ്കൃത ഭാഷയെ നന്നായി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ മലയാളിക്കൊരു ദിവസം കടന്നു പോകാൻ പറ്റില്ല. സംസ്കൃതം പൗരാണികമാണ്, പ്രാകൃതമാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അത്യന്താധുനികർ തള്ളിക്കളയുന്ന ഒരവസ്ഥ, ചിലർ കേട്ടോ, എല്ലാവരുമല്ല, തള്ളിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലും അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഭാഷാ അവബോധമില്ലാഞ്ഞിട്ട്, ഭാഷയുടെ ചരിത്രാവബോധമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു ഭാഷയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുക. ഭാഷ ഒരു മതത്തെ പ്രതിനിധീകരിക്കുകയല്ല, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ചരിത്ര അവബോധമില്ലാഞ്ഞിട്ടാണ് ഒരു ഭാഷയെ തള്ളിക്കളയുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇല്ലാത്ത ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുമ്പോൾ ഓരോ ഈ ദേശീയ ഭാഷകളുടെ ഒരു റീജിയണൽ ലാംഗ്വേജിലൂടെ, മലയാളം പോലുള്ള പ്രാദേശിക ഭാഷകളിലൂടെ സംസ്കൃതം ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് സംസ്കൃതം ഇല്ലാത്തൊരു ഭാഷയാണെന്ന് പറയാൻ കഴിയുക? യൂണിവേഴ്സിറ്റികളിലും ഭാരതം മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര സംസ്കൃത യൂണിവേഴ്സിറ്റികളുണ്ട്? മറ്റൊരു വിഷയത്തിനും ഇല്ലാത്തതുപോലെ എത്ര സംസ്കൃത യൂണിവേഴ്സിറ്റികളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്. മാത്രവുമല്ല, ചിന്തിച്ചു നോക്കുക, ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നടത്തുമ്പോൾ പോലും മറ്റൊരു വിഷയത്തിനും ഇല്ലാത്തതുപോലെ ഡിവിഷൻസ് സംസ്കൃതത്തിനുണ്ട്. അതായത് ഇപ്പം മലയാളത്തിലെടുത്താൽ മലയാളം MA എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ മലയാളം BA. ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ MA അല്ലെങ്കിൽ BA എന്ന് പറയാം. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ സംസ്കൃതത്തിന് അങ്ങനെയല്ല. 6 ഭാഗമായിട്ട് വേർതിരിച്ച് സംസ്കൃതത്തിൽ MA എടുക്കാം, BA എടുക്കാം. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിലെടുക്കാം, വ്യാകരണത്തിലെടുക്കാം, ന്യായത്തിലെടുക്കാം, വേദാന്തത്തിലെടുക്കാം. അങ്ങനെ നീണ്ടു പോവുകയാണ് സംസ്കൃത ഭാഷയുടെ ഭേദങ്ങൾ. അപ്പോൾ ഓരോ ഭേദങ്ങൾ ഇപ്പം ഒന്നായിട്ട് വെച്ചാൽ തികയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് 6, 7 ഒക്കെ ആയിട്ട് അതിനെ ഭാഗിക്കേണ്ടി വരുന്നത്. അത്രയ്ക്ക് വലിയൊരു ഭാഷയാണ്, വലിയ സമ്പത്തുള്ളൊരു ഭാഷയാണ്. ഭാഷയുടെ സമ്പത്തെന്ന് പറയുന്നത് അതിലെഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ അളവാണ്. അത് സാഹിത്യമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും അത്രയും പുസ്തകങ്ങളും സമ്പത്തും സംസ്കൃത ഭാഷയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ആ ഭാഷ ഇങ്ങനെ 6, 7 വിഭാഗങ്ങളിലായി പഠിക്കേണ്ടതായി വരുന്നത്. അത്രയും സമ്പത്തുള്ള ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറകളായിരിക്കുന്ന ആ പുസ്തകങ്ങൾ ഇന്നും നിലനിൽക്കെ, അതിലിന്നും പഠനം നടക്കെ, എങ്ങനെയാണ് നമ്മളൊരു ഭാഷ മരിച്ചു പോയി എന്ന് പറയുക? അപ്പോൾ ആ ഭാഷ മരിച്ചിട്ടില്ല, നമ്മുടെ കൂടെയുണ്ട്. ഭാഷ എന്ന് പറഞ്ഞ വാക്കുപോലും സംസ്കൃത ഭാഷയായിരിക്കെ സംസ്കൃതം മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സംസ്കൃതം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ കുട്ടികളും ഭാഗ്യശാലികളാണ്. കാരണം എന്താ നമ്മൾ ചെയ്യുന്നത്? എന്നും സംസ്കൃതം പറയുന്നുണ്ട്, അതിൽ നിന്ന് ഇതാണ് സംസ്കൃതമെന്ന് നിങ്ങൾ വേർതിരിച്ചറിയുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരും സംസ്കൃതം പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമ്മൾ സംസ്കൃതത്തിനെ വേർതിരിച്ചറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സംസ്കൃതം പ്രത്യേകം പഠിക്കുന്നവരുടെ പ്രത്യേകത. മാത്രമല്ല, അത് വേർതിരിച്ചറിയുമ്പോൾ അതിൻ്റെ മഹത്വത്തെ അറിയുന്നു, അതിൻ്റെ ആഴത്തെ അറിയുന്നു, അതിൻ്റെ ഗുണത്തെ അറിയുന്നു. അതറിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ സ്വഭാവത്തിലേക്ക് അത് വരികയും നമുക്ക് അതിൻ്റേതായ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. കാരണം സംസ്കൃതം എന്നാൽ സമ്യക് കൃതം എന്നാണ്. നന്നായി സംസ്കരിച്ചെടുത്ത് ചെയ്യപ്പെട്ടത്, നന്നായി ചെയ്യപ്പെട്ടത്, വെറുതെ കൃതമല്ല, വെറുതെ ചെയ്തതല്ല, നന്നായി ചെയ്തതാണ്. അപ്പം നന്നായി ചെയ്തതൊന്ന് സംസ്കരിച്ചെടുത്ത് പ്രാകൃതത്തിൽ നിന്ന്, ഇത് മോശമായ ഒന്നിൽ നിന്ന്, തീരെ മോശമെന്നല്ല കേട്ടോ, അതിൽ നിന്ന് സംസ്കരിച്ച് നന്നാക്കിയെടുത്തത് നമുക്കുണ്ടെങ്കിൽ, നല്ലത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ലവരാ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നല്ല ഒന്ന് സംസ്കരിച്ചെടുക്കപ്പെട്ട സംസ്കൃതം അറിയുന്ന നമ്മൾ നല്ലവരാവുകയാണ് വേണ്ടത്. ആകും, സ്വാഭാവികമായിട്ടാകും. അപ്പം നമ്മുടെ വ്യക്തിത്വം നന്നാകാൻ, നമ്മുടെ ജീവിത രീതി നന്നാവാൻ, സമൂഹത്തോടുള്ള നമ്മുടെ ഇടപെടലുകൾ നന്നാവാൻ, ഈ സമൂഹത്തെ തന്നെ നന്നാക്കാൻ, സമൂഹത്തിലൂടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും നന്നാക്കാൻ, ആ തനിമയുള്ള സംസ്കാര തനിമയുള്ള ഒരു നല്ല നാടിനെ വാർത്തെടുക്കാൻ നമ്മൾ സംസ്കൃതം പഠിക്കണം, അറിയണം, തിരിച്ചറിയണം. അതിനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
അതിനുള്ളൊരു തുടക്കം ഈ സംസ്കൃത സപ്താഹത്തിലൂടെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ നിങ്ങളുടെ അധ്യാപകർക്കും പ്രത്യേകിച്ചും നമ്മുടെ സംസ്കൃത അധ്യാപിക മഞ്ജുള ടീച്ചർക്കും കഴിയട്ടെ എന്നും കഴിയുന്നുണ്ട്. അത് അധികമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സംസ്കൃത ദിനമെന്നല്ല സപ്താഹം എന്നല്ല എല്ലാ ദിവസങ്ങളിലും സംസ്കൃതം പഠിക്കാനും ആചരിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുകയാണ്. പഠതു സംസ്കൃതം, ജയതു സംസ്കൃതം. നമസ്കാരം.